ഈ കഴുത ഫാമിനെ പറ്റിയിട്ട് കുറേ കേട്ടു. വൻ ഗംഭീരാട്ടോ സംഭവം. എന്തായാലും ആ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ എത്ര കാലമായി ഈ കഴുത? ഇതിപ്പോൾ 3 മാസമായി. 3 മാസമായി. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പദ്ധതി ആലോചനയിലേക്കൊക്കെ വരുന്നത്? പശു ഫാമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ അത് ലാഭകരമില്ലാത്തതുകൊണ്ട് ഒന്ന് മാറ്റി ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ. അപ്പോൾ ഇതും ഇങ്ങനെ +2 വരെയാണോ പഠിച്ചത്? +2 ലൈഫ് സ്റ്റോക്ക് എൻ്റർപ്രണർഷിപ്പാണ് പഠിച്ചത്. ഡയറി ഫാം എൻ്റർപ്രണർഷിപ്പ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരു പ്രചോദനം അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അച്ഛൻ തന്നെയാണ് പശു ഫാം തുടങ്ങിയത്. 2 പശുവൊന്നും തുടങ്ങിയതാണ്. ഏകദേശം 40 പശുക്കളായി ഇവിടെ വളർത്തിയിരുന്നു. ഇപ്പം അങ്ങനെ ഒഴിവാക്കി വന്നതാണ്. കഴുത ഫാമിലേക്ക് മാറിയതാണ്. രാവിലെ ഏകദേശം ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും. ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു 6 മണിയാകുമ്പോൾ അതിൻ്റെ കറവയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് അതൊക്കെ കഴിയും. പിന്നെ ഇവർക്ക് പുല്ല് കാര്യങ്ങളും പിന്നെ മേക്കാൻ കൊണ്ടുപോകും, അങ്ങനത്തെ കാര്യങ്ങളാണ് ഉണ്ടാകുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ കൂടെ തന്നെയാണ് ഉണ്ടാകുക. ഒരു 12 മണിയോളം ഇവരുടെ കൂടെ ഉണ്ടാകും. പിന്നെ അത് കഴിഞ്ഞൊരു 1 മണി 2 മണിയാകുമ്പോൾ പിന്നെയും അടുത്ത തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ വൈകുന്നേരം പിന്നെയും ഒരു പുല്ലൊക്കെ കൊടുത്ത് രാത്രിയെല്ലാം ഒന്ന് നോക്കി അങ്ങനെയാണ് വരുന്നത്. ഇത് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഡോങ്കി ഫാം ആണോ ഇത്? മിറാക്കിൾ ഡോങ്കി ഫാം അല്ല പേര്? മിറാക്കിൾ ഡോങ്കി ഫാംസ് എന്നാണ് പേര്. ആദ്യത്തെ അല്ല, രണ്ടാമത്തെയാണ്. പക്ഷെ മലബാറിൽ ആദ്യത്തെ കഴുത. അതെ, പാലിന് ഏകദേശം അന്താരാഷ്ട്ര മാർക്കറ്റിൽ 5000 മുതൽ 7000 രൂപ വരെ ഉണ്ട്. നമുക്കിവിടെ ഇപ്പോൾ ഒരു 2000 രൂപയോളം ലിറ്ററിന് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സെയിൽ ചെയ്യുന്നത് 4 റുപ്യക്കാണ്. 4000 റുപ്യക്കാണ് ഇപ്പോൾ ഇവിടുന്ന് സെയിൽ ചെയ്തിട്ടുണ്ട്. ലിറ്ററിന് പെർ ലിറ്റർ 4000 റുപ്യക്കാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി എങ്ങനെയാണ്? ഡെയിലി അല്ല, അത് അവർ ലിറ്റർ പറയും, ഇത്ര ലിറ്റർ വേണം എന്നുള്ളത് പറയും. അപ്പോൾ അനുസരിച്ച് ആ ലിറ്റർ ആകുമ്പോൾ അവർ അറിയിക്കും, അവർ വന്ന് കളക്ട് ചെയ്യും. ഡെയിലി കറവ ഉണ്ടാവും. അത് ഏകദേശം 3, 4, 5 അത് ഓരോ ഡേ ആണ്. 6 ലിറ്റർ കിട്ടുന്ന ദിവസമുണ്ട്, 7 ലിറ്റർ കിട്ടുന്ന ദിവസമുണ്ട്, 1 ലിറ്റർ കിട്ടുന്ന ദിവസമുണ്ട്. ഇങ്ങനെ പോയാൽ 1 ലിറ്റർ ഒരു ദിവസം കിട്ടും. 1 ലിറ്റർ ഒരു ദിവസം കിട്ടും. ചിലപ്പം കൂടുതൽ കിട്ടും, ചിലപ്പം കുറവായിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ. ഇപ്പോൾ 18 കഴുതയുണ്ട്. 18 എന്ന് പറയുമ്പോൾ അതിൽ എങ്ങനെയാണ് ആണും പെണ്ണും? ഒരാണാണ് വരുന്നത്, ബാക്കി 7 കുട്ടികളും ബാക്കി 10 പെൺകഴുതയാണ്. അങ്ങനെയാണുള്ളത്. അപ്പോൾ ആദ്യം എങ്ങനെ ഈ കഴുതകളൊക്കെ കൊണ്ടുവന്നേ? അപ്പോൾ ഇടുന്ന ഞാൻ ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ശരി. എങ്ങനെ അത് വലുതാകുമ്പോൾ കുട്ടിയെ പ്രസവിച്ചത് തന്നെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ കുറേ ആളുകൾ ഇപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തണമെന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. അവരോടൊക്കെ ഒന്ന് എന്താ പറയാനുള്ളത്? കുറേ ആൾ വന്നിട്ടുണ്ട്, ഇവിടെ വന്ന് കുറേ ആൾ ചോദിച്ചിട്ടുണ്ട്. തുടങ്ങാൻ പ്ലാനിട്ട ആളുകളുണ്ട്. അവർക്കൊക്കെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അവർ ഇപ്പോഴും വിളിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്, പറഞ്ഞു കൊടുക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും. പിന്നെ ഈ തീറ്റയെല്ലാം എങ്ങനെയാണ്? സാധാരണ പശുവിന് കൊടുക്കുന്ന പുല്ലും തവിട്, പിണ്ണാക്ക് അതൊക്കെ തന്നെ കൊടുക്കുന്നത്. വീട്ടിലെ അച്ഛനമ്മ അവരൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നത്? അവരൊക്കെയാണ് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അവർ നാട്ടുകാർ വലിയ വിഷയമൊന്നുമില്ല, കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു. എന്തെങ്കിലും തുടങ്ങാനായിട്ട് എത്ര പൈസ ചിലവായിട്ടുണ്ടാവും? ഒട്ടാകെ 25 ലക്ഷം റുപ്യ ചിലവായിട്ടുണ്ട്. കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന കമ്പനികളാണ് മെയിനായിട്ട് വാങ്ങുന്നത്. അതെ. വീടുകളിലൊന്നും ഇല്ലില്ല. നമ്മൾ ഈ കഴുതപ്പാൽ കുടിക്കാനായിട്ട് ഉപയോഗിക്കുമോ? അതെ, പോഷകാഹാരക്കുറവുള്ള കുട്ടികൾക്കും പിന്നെ സുഖമില്ലാത്ത ആളുകൾക്കൊക്കെയാണ് ഇത് വാങ്ങുന്നത്. അതെ. പക്ഷേ ഇതിൻ്റെ ഇനിയിപ്പം വീട്ടിൽ നിന്ന് ആരും വാങ്ങുന്നില്ല? ഇല്ല, അങ്ങനെ ആരും വാങ്ങുന്നില്ല. എല്ലാവരും അതെ, ആശ്രമത്തിൽ ആളുകൾ വാങ്ങുന്നു. അതെ, ഇവിടെ സിദ്ധാശ്രമമുണ്ട്. അവിടുന്ന് പിന്നെ ആയുർവേദത്തിൻ്റെ ഹോസ്പിറ്റൽ അങ്ങനത്തെ അവിടെ നിന്നൊക്കെയാണ് ആളുകൾ വാങ്ങുന്നത്. അല്ലാതെ വീടുകളിലൊന്നും അങ്ങനെ ആരും വാങ്ങുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.